ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നും ഒരു ബെഡ്ഷീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബെഡ്ഷീറ്റ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്ന് ഞാൻ പിന്നെയും ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഇതിനെ ഫിറ്റഡ് ബെഡ്ഷീറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഫിറ്റഡ് ബെഡ്ഷീറ്റിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വേറൊരു മെത്തേഡാണ്, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക, ഈ വീഡിയോയും കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു വെക്കാം. എന്തായാലും നോർമൽ ബെഡ്ഷീറ്റ് ഫിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആവുമ്പോൾ നല്ല നീറ്റായിട്ട് വിരിച്ചതുപോലെ തന്നെ അവിടെ കിടന്നോളും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബെഡ്ഷീറ്റിനെയും കൂടി ഫിറ്റഡ് ബെഡ്ഷീറ്റിലേക്ക് മാറ്റിയേക്കാന്ന് വിചാരിച്ചത്. നമുക്ക് ഇതിന് ആവശ്യം നമ്മുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് അത്യാവശ്യം നീളവും വീതിയും ഒക്കെ ഉണ്ടായാൽ മതി. എന്നാൽ ഏതൊരു ബെഡ്ഷീറ്റിനെയും നമുക്ക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ മറക്കാണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. ഫിറ്റഡ് ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് മാത്രമല്ല, നമുക്ക് ഒരു സ്ത്രീകൾക്ക്, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കായാലും നല്ലൊരു വരുമാന മാർഗമായിട്ടും കൂടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് ബെഡിൽ എങ്ങനെയാ അളവെടുത്ത് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ് എന്ന് കരുതുക. അപ്പം ഇത് നമ്മുടെ ബെഡിന്റെ വീതി, നീളം ഒക്കെ ആണെന്ന് കരുതുക. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബെഡിന്റെ നീളവും വീതിയും അതേപോലെ തന്നെ തിക്നെസ്സും ആവശ്യമാണ്. നീളവും വീതിയും നമുക്ക് പെട്ടെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ സാരമില്ല. നമുക്ക് ഏതാ ബെഡിന്റെ സൈസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്യൂൻ സൈസിനുള്ളതാണ്. അതേപോലെ കിങ് ആണോ ഡബിൾ സൈസ്ഡ് ബെഡാണോ അതൊക്കെ അറിഞ്ഞാൽ മതി. പക്ഷെ ബെഡിന്റെ തിക്നെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്ന സമയത്ത് ബെഡിന്റെ ആ ഒരു തിക്നെസ്സും കഴിഞ്ഞിട്ട്, നമുക്ക് ബെഡിന്റെ ആ തിക്നെസ്സും കഴിഞ്ഞ് ഉള്ളിലേക്ക് കുറച്ച് മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പൊ അത്ര പോലെയുള്ള ഒരു ബെഡ്ഷീറ്റാണ് നമുക്ക് ഇതിന് ആവശ്യം വരിക. അപ്പം ഇത് പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതിലുപരി നമുക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുത്താൽ നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് ഈ ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം പുറത്ത് ഒരു കസ്റ്റമർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ അവരോട് പ്രത്യേകം അവരുടെ ബെഡിന്റെ സൈസ് ഏതാണെന്ന് ചോദിക്കുക. അതേപോലെ തന്നെ ആ ബെഡിന്റെ തിക്നെസ് എത്രയാണെന്നും കൂടി ചോദിക്കും. ഓരോ ബെഡിന്റെയും തിക്നെസ്സിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലേ ഫിറ്റഡ് ബെഡ്ഷീറ്റ് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. ചിലവരൊക്കെ 9 ഇഞ്ച് നീളം വീതി ആ ഒരു കട്ടിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നടുവിൽ, ബെഡിന്റെ ആ ഒരു നടുഭാഗത്തായിട്ട് കുറച്ച് തുണി എക്സ്ട്രാ വരും. ഇങ്ങനെ നടുഭാഗത്ത് ചുളിഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ കറക്റ്റ് നീളവും വീതിയും എടുത്തിട്ട് അതിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് മാത്രം കട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാണ് ഇപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് കരുതുക. നമുക്ക് ബെഡ്ഷീറ്റ് ആദ്യം ഇതുപോലെ നീളത്തിലൊന്ന് മടക്കി, എന്നിട്ട് നേരെ വീതിക്കും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഫോൾഡിങ്ങിന്റെ ഭാഗം വരും, ഇവിടെ ഒരു ഫോൾഡിങ്ങിന്റെ ഭാഗം വരും. ഈ ഒരു കോർണർ നമുക്ക് 4 ഓപ്പണില്ല ഭാഗമാണ് വരിക. ഈ ഭാഗത്താണ് നമ്മൾ അളവ് രേഖപ്പെടുത്തേണ്ടത്. നമ്മുടെ ഈ ഒരു നീളം, ഇപ്പൊ നമ്മുടെ ബെഡിന്റെ നീളം എത്രയാന്ന് വെച്ചാൽ അതെടുത്തിട്ട് അതിന്റെ പകുതി എടുക്കുക. കാരണം നമുക്ക് ഇവിടെ ഫോൾഡിങ് വരുന്നത് കൊണ്ട് അതിന്റെ പകുതി ആവശ്യമുള്ളൂ. അതിന്റെ പകുതി എത്രയാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീതിയുടെയും പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ 2 മാർക്കിങ് നമുക്കിവിടെ കിട്ടും. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് അപ്പൊ ഇവിടെ നമുക്കൊരു ഇത് കിട്ടും. ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് പോവാനുള്ളതാണ്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഇതുപോലെ 4 കോർണർ പീസ് നമുക്ക് കൊണ്ടുവരും. അത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് നിവർത്തി നോക്കുമ്പോൾ നമ്മളെ ബെഡ്ഷീറ്റ് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇങ്ങനെ 4 കോർണർ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതുപോലെ 4 കോർണറും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുക.
അപ്പോൾ ഇത് ബെഡ്ഷീറ്റിലേക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് പേപ്പർ കട്ടിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ബെഡ്ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ എടുത്ത ആ ഒരു ക്യൂൻ സൈസ് ബെഡിന്റെ അളവൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കോർണർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ബെഡ്ഷീറ്റിന്റെ ചീത്തവശം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ആദ്യം കോർണർ ചേർത്ത് പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ മോശം വശം പുറത്തേക്ക് വരും. അവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ കൊടുത്ത ആ സ്റ്റിച്ചിന്റെ തയ്യൽ തുമ്പും കൂടി ഈ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിലേക്കായി കിട്ടും. ഇങ്ങനെ ചെയ്തെടുത്താൽ 2 ഭാഗം ഫിനിഷിങ്ങിലോടെ തന്നെ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് 4 കോർണർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ 4 കോർണർ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് 1/2 ഇഞ്ചിന്റെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 2-2.5 മീറ്ററോളം എലാസ്റ്റിക് ആവശ്യം വരും. എൻ്റെ കയ്യിൽ 1/2 ഇഞ്ചിന്റെ എലാസ്റ്റിക് അത്ര എത്താത്തതുകൊണ്ട് ഇന്ന് ഞാൻ 1/4 ഇഞ്ചിന്റെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പം 1/2 ഇഞ്ചിന്റെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ബെഡ്ഷീറ്റിന്റെ 4 വശങ്ങളും മടക്കി അടിക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അടിച്ചു കൊടുക്കണം. എൻ്റെതിപ്പം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സൈഡിൽ നിന്ന് കട്ടായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എലാസ്റ്റിക് ഇതാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഇതുപോലെ ഒരു മടക്ക് മടക്കി പിന്നെ ഒന്നും കൂടി മടക്കിയതിന് ശേഷം ആ എലാസ്റ്റിക്കിൻ്റെ നടുവിലൂടെ എലാസ്റ്റിക് ഒന്ന് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ തുടങ്ങുമ്പം ഒരു കോർണറിൻ്റെ ഒരു കുറച്ച് വിട്ടിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഫുള്ള് റൗണ്ട് നമുക്ക് ഇതുപോലെ എലാസ്റ്റിക് വെച്ചെടുക്കണം. എലാസ്റ്റിക് മാക്സിമം വലിച്ച് പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്താ ഫുള്ളായിട്ട് എലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബെഡ്ഷീറ്റ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ബെഡിലേക്ക് കറക്റ്റാക്കി ഇട്ട് കൊടുക്കാം. 4 കോർണർ വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കോർണറിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് വലിച്ച് ബെഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദേ സിമ്പിളായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചെടുത്തിട്ടുണ്ട്. വീട്ടമ്മമാരുടെ വലിയൊരു ഭാരമാണ് ഇതോടുകൂടി ഒഴിഞ്ഞ് കിട്ടാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യാനും പണിയില്ല, വിരിക്കാനും ഇപ്പോൾ പണിയില്ല. ദാ ഇതുപോലെ വലിച്ച് നോക്കിയാലൊന്നും ഇത് ഇളകത്തില്ല. അപ്പം നമ്മൾ കറക്റ്റ് തിക്നെസ് തന്നെ എടുത്തതായതുകൊണ്ട് നടുവിലൊന്നും തുണി എക്സ്ട്രാ വന്നിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.